ശ്രീകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. 27 നക്ഷത്രങ്ങളിൽ 9ാമതായി വരുന്ന നക്ഷത്രമാണ് ആയില്യം. ബുധന്റെ നക്ഷത്രമാണ്. അങ്ങനെ ആയില്യത്തിൽ എത്തുമ്പോൾ ഗ്രഹങ്ങളുടെ ഒരു റൗണ്ട് പൂർത്തീകരിക്കുന്നു. കേതുവിന്റെ നക്ഷത്രമായ അശ്വതിയിൽ തുടങ്ങി ബുധന്റെ ആയില്യത്തിൽ അവസാനിക്കുമ്പോൾ 9 ഗ്രഹങ്ങളുടെയും ഒരു റൗണ്ട് പൂർണ്ണമാകുന്നു. ഇങ്ങനെ 3 റൗണ്ടാണ് 27 നക്ഷത്രങ്ങളായി വരുന്നത്. 10ാമത്തെ നക്ഷത്രമായ മകം കേതുവിൽ നിന്നും സെക്കൻഡ് റൗണ്ട് ആരംഭിക്കുന്നു. ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് ആയില്യം നക്ഷത്രത്തെ കുറിച്ചാണ്. കർക്കിടക രാശിയിലാണ് ആയില്യം നക്ഷത്രത്തിന്റെ 4 പാദവും വരുന്നത്. അതുകൊണ്ട് തന്നെ രാശിയാധിപൻ ചന്ദ്രനാണ്. ചന്ദ്രനായതുകൊണ്ട് ജനിച്ച സമയത്തെ തിഥിക്ക് വളരെ പ്രാധാന്യം ഉണ്ടാവുന്നു ഇവരുടെ ജീവിതത്തിൽ എന്നതാണ്. ചന്ദ്രന് പൂർണ്ണ ഫലമുണ്ടാവുമ്പോഴാണ് മനസ്സിന് ധൈര്യം ഉണ്ടാവുക. 1ാം പാദത്തിലാണെങ്കിൽ വലിയ കുഴപ്പമില്ല. 2 ധനപരമായ ബുദ്ധിമുട്ട് കണ്ടുവരാറുണ്ട്. 3 അമ്മയ്ക്കും. 4ാം പാദമാണെങ്കിൽ അച്ഛനും അവരവർക്കും വിഷമങ്ങൾ ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദേവത സർപ്പങ്ങളാണ്. ഗണം ആസുരം. യോനി പുരുഷൻ. ഭൂതം ജലം. മൃഗം കരിമ്പൂച്ച. പക്ഷി ചെമ്പോത്ത്. വൃക്ഷം നാഗം. അക്ഷരങ്ങൾ ഡി, ഡു, ഡേ, ഡോ എന്നുമാണ്. ഭാഗ്യ നമ്പർ 5 ആണ്. ബുധന്റെ നക്ഷത്രമായതുകൊണ്ട് വിവേകിയായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. അസാമാന്യ ബുദ്ധിശക്തി ഉണ്ടാവും. ഷാർപ്പായിരിക്കും. അത്ര മിംഗ്ലിംഗ് ടൈപ്പ് ആയിരിക്കില്ല. എക്സ്ട്രാ ഓർഡിനറി ടാലന്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അല്പം ഗർവും ഉണ്ടാവും. കാരണം കർമ്മ സൂര്യന്റേതാണ്. ആരുടെ മുന്നിലും തലകുനിച്ചു കൊടുക്കില്ല. പക്ഷെ ഫാമിലി ലൈഫിൽ ഇതുമൂലം പ്രശ്നം വരാതെ നോക്കണം. ഇവർ എന്തു വിചാരിച്ചാലും ആ ലക്ഷ്യം സാക്ഷാത്കരിച്ചേ വിശ്രമിക്കൂ. ലീഡർഷിപ്പ് ക്വാളിറ്റി നല്ല പോലെ ഉണ്ടാവും എന്നർത്ഥം. എവിടെയും ഒരു മേധാവിത്വം ഇവർ ആഗ്രഹിക്കും. ആയില്യക്കാർ അടുത്ത വീട്ടിൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലും വെച്ച് മറച്ചു വെക്കണം. അവരുടെ ദൃഷ്ടി നമുക്ക് വന്നാൽ വിഷമം ഉണ്ടാവുമെന്ന ഒരു ധാരണ പരക്കെ നമ്മുടെ നാട്ടിൻ പുറത്തുണ്ട്. ആധികാരികമായ ഒരു പുസ്തകത്തിലും ഋഷീശ്വരന്മാർ ഇതിനെ പ്രതിപാദിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇത്തരം അജ്ഞാനങ്ങളിൽ ജീവിക്കുന്നത് കൊണ്ടുമാവാം വിവേകാനന്ദ സ്വാമികൾ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്ന് തോന്നിപ്പോവാറുണ്ട്. 9 ഗ്രഹങ്ങളുടെയും സ്ഥാനം നോക്കിയിട്ട് മാത്രമാണ് ജ്യോതിഷ പ്രവചനം എന്ന് പറയുന്നത്. അതിൽ ഒരു ഗ്രഹമായ ചന്ദ്രനെ മാത്രം ആസ്പദമാക്കുന്നതാണ് നമ്മുടെ ജന്മനക്ഷത്രം എന്നത് എപ്പോഴും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. മഹാഭാരതത്തിലെ പാണ്ഡവരിൽ മൂത്തവനായ ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരൻ ജനിച്ചത് ആയില്യം നക്ഷത്രത്തിലാണ്. ഇന്ദ്രപ്രസ്ഥത്തിലെ രാജാവായിരുന്നല്ലോ അദ്ദേഹം. സൂര്യകർമ്മ എങ്ങനെ വർക്കൗട്ട് ആവുന്നു എന്ന് പുരാണങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. രാമായണം എടുത്താൽ ലക്ഷ്മണനും ശത്രുഘ്നനും ആയില്യം നക്ഷത്രക്കാരാണ്. രാമലക്ഷ്മണന്മാർ പരമാത്മാ ജീവാത്മാവാണല്ലേ. അവർ പിരിഞ്ഞിരുന്നിട്ടേയില്ല. അതുകൊണ്ട് തന്നെ രാമൻ രാജ്യം ഭരിക്കുമ്പോൾ ലക്ഷ്മണനും തത്തുല്യ സ്ഥാനം ഉണ്ടായിരുന്നു. ശത്രുഘ്നന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. രാമൻ തന്നെ ശത്രുഘ്നന് ഒരു രാജ്യം കൊടുത്ത് അവിടെ ഭരിക്കാൻ പറഞ്ഞതും നമുക്ക് രാമായണത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സൂര്യന്റെ വേറൊരു കാരകത്വമാണ് മെഡിസിൻ. ഈ ഫീൽഡിലും ഇവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്നുള്ളതാണ്. ആയില്യം നക്ഷത്രക്കാർ അവരുടെ ഷാഢ്യം പിടിവാശി ഒന്ന് കുറച്ചാൽ ജീവിതം മംഗളകരമാക്കാം. ജ്യോതിഷം എന്ന ഈ ശാസ്ത്രം എത്ര അത്ഭുതകരമാണെന്ന് ഇതിന്റെ ആഴത്തിലേക്ക് പോകുന്തോറും വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. ഇത് ഉപയോഗിക്കുന്നവർക്ക് ജ്യോതിഷികൾക്ക് തെറ്റുവരാം അവരുടെ അറിവില്ലായ്മ കൊണ്ട്. പക്ഷെ ഈ ശാസ്ത്രം സത്യമാണ്, അത്ഭുതമാണ്. കോരയ്ക്കർ സിദ്ധരുടെ സമാധിയിൽ പോകുന്നത് ഇവർക്ക് നല്ലതാണ്. സിദ്ധ മെഡിസിന്റെ ആചാര്യനായിരുന്നു അദ്ദേഹം. ഗവൺമെന്റ് ജോലി ചെയ്യുന്നവർ ഫാമിലിയിൽ ഉണ്ടാവും. ഇവർക്കും ആവാം. നാഗാരാധനയും ശിവഭജനവും ഇവരുടെ ജീവിതം ശ്രേയസ്കരമാക്കും. എല്ലാ ആയില്യ നക്ഷത്രക്കാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് അടുത്ത നക്ഷത്രവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.